എല്ലാ വിദ്യാർത്ഥികൾക്കും +2 ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ 3rd ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് പരിതസ്ഥിതി എന്ന ചാപ്റ്ററിലെ എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്താണ്, അതുപോലെ ഫാക്ടേഴ്സ് ഓർ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതിയെക്കുറിച്ചാണ്. നമുക്കറിയാം എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പൊതുവെ കാർഷികവും ഗ്രാമീണവുമായിരുന്നു. തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗവും ഏതാണ്ട് 70% കാർഷിക മേഖലയിലായിരുന്നു തൊഴിൽ ചെയ്തിരുന്നത്. ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഏതാണ്ട് 85% ഗ്രാമങ്ങളിൽ വസിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, കാർഷിക മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സാമ്പത്തിക നയമാണ് നമ്മൾ സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മൾ സ്വീകരിച്ചത്. വരുമാനത്തിലും സ്വത്തിലുമുള്ള അസമത്വങ്ങൾ കുറയ്ക്കാൻ സോഷ്യലിസ്റ്റ് രീതിയിലുള്ളൊരു വികസന നയം നമ്മുടെ ഗവൺമെൻറ് ഈ സമയത്ത് സ്വീകരിച്ചു. എന്നാൽ ഈ നയം കൊണ്ട് ഇതിൻ്റെ ഫലമായി 1991 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ വിദേശ വിനിമയ പ്രതിസന്ധി, ഫോറിൻ കറൻസി ക്രൈസിസ്, വിദേശ വിനിമയ പ്രതിസന്ധി, അതുപോലെ ഉയർന്ന സർക്കാർ കമ്മി, ഹൈ ഗവൺമെൻറ് ഡെഫിസിറ്റ്, അതുപോലെ വിലവർധന പ്രവണത, ഇൻഫ്ലേഷൻ, ഇത് മൂന്നും നേരിട്ടു. അപ്പോൾ ഇത് മറികടക്കുന്നതിന് വേണ്ടി 1991 ഇന്ത്യ ഒരു പുതിയ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചു. അപ്പോൾ 1991 വരെ ടിൽ 1991 ഇന്ത്യ ഫോളോഡ് ആൻ എക്കണോമിക് പോളിസി വിത്ത് എ സോഷ്യലിസ്റ്റ് ബേസിസ്, സോഷ്യലിസ്റ്റ് ബയാസ്. ഒരു സോഷ്യലിസ്റ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു സാമ്പത്തിക നയമാണ് 1991 വരെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു. The policy was based on the primacy of public sector and control and regulations on private sector. ഈ പോളിസി പ്രധാനമായും പൊതുമേഖലയെ കേന്ദ്രീകരിച്ചായിരുന്നു. അതുപോലെ സ്വകാര്യ മേഖലയെ നിയന്ത്രിച്ചു കൊണ്ടുള്ളൊരു പോളിസിയായിരുന്നു. സ്വകാര്യ മേഖലയെ കൂടുതൽ കർക്കശമായി നിയന്ത്രിക്കുകയും പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പോളിസിയായിരുന്നു 1991 വരെ ഇന്ത്യ ഗവൺമെൻറ് അനുവർത്തിച്ചിരുന്നത്. ഫ്രം 1991 ഓൺവേർഡ്സ്, എന്നാൽ 1991 മുതൽ ദ ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്വീപ്പിംഗ് എക്കണോമിക് റിഫോംസ്. 1991 മുതൽ ഗവൺമെൻറ് പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ആസ് പാർട്ട് ഓഫ് എക്കണോമിക് റിഫോംസ്, ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് എ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഇൻ 1991. ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് 1991 ഇന്ത്യ ഗവൺമെൻറ് പുതിയൊരു വ്യവസായ നയം, ഇൻഡസ്ട്രിയൽ പോളിസി പ്രഖ്യാപിക്കുന്നത്. ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 1991 പ്രഖ്യാപിച്ച പുതിയ വ്യവസായ നയത്തിൻ്റെ
പുതിയ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റെഡ്യൂസ്ഡ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രി ടു 6 വിച്ച് റിക്വയർ കമ്പൽസറി ലൈസൻസ്. അപ്പോൾ 1991 പ്രഖ്യാപിച്ച പുതിയ വ്യവസായ നയം പ്രകാരം പ്രധാന കമ്പൽസറി ലൈസൻസിങ്, നിർബന്ധമായി ലൈസൻസ് ആവശ്യമുള്ള വ്യവസായങ്ങളുടെ എണ്ണം 6 ചുരുക്കി. രണ്ടാമത്തെ പ്രത്യേകത, റിസർവ്ഡ് മെനി ഇൻഡസ്ട്രീസ് വിച്ച് വെർ ഏർലിയർ റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ. പൊതുമേഖലയ്ക്ക് റിസർവ് ചെയ്തിരുന്ന പല വ്യവസായങ്ങളും റിസർവ് ചെയ്തു. അത് റിസർവേഷൻ ഒഴിവാക്കി സ്വകാര്യ മേഖലക്കും കടന്നു വരാം എന്ന അവസ്ഥയുണ്ടാക്കി. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പഠിച്ചു, കമ്പൽസറി ലൈസൻസിങ്, നിർബന്ധ ലൈസൻസ് ആവശ്യമുള്ള വ്യവസായങ്ങളുടെ എണ്ണം 6 ചുരുക്കി. രണ്ടാമത്തേത്, ഈ റിസർവേഷനുള്ള പൊതുമേഖലയ്ക്ക് മാത്രം റിസർവ് ചെയ്തിരുന്ന, പൊതുമേഖല മാത്രം ചെയ്യാൻ പാടുണ്ടായിരുന്ന വ്യവസായങ്ങളിൽ ചിലത് എന്ത് ചെയ്തു, അതിൻ്റെ റിസർവേഷൻ ഒഴിവാക്കി സ്വകാര്യ മേഖലയ്ക്കും അവസരം കൊടുത്തു. പിന്നീട് ക്യാരിഡ് ഔട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് ഇൻ കേസ് ഓഫ് മെനി പബ്ലിക് സെക്ടർ കമ്പനീസ്. അപ്പോൾ പിന്നീട് വേറൊരു പോളിസി എന്ന് പറയും, വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാം. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ അതിൽ സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൊണ്ടുവരാം, സർക്കാരിൻ്റെ പങ്കാളിത്തം കുറച്ച് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂട്ടിക്കൊണ്ടുവരിക. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ സ്വകാര്യവൽക്കരണം തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പലതിനെയും എന്ത് ചെയ്തു, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. പലതിൻ്റെയും ഷെയറുകൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിച്ചു. നാലാമത്തെ പ്രത്യേകത, ലിബറൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി. നമുക്കറിയാം 1991 ഗുരുതരമായ ഫോറിൻ കറൻസി ക്രൈസിസ്, ഗുരുതരമായ വിദേശ നാണയ പ്രശ്നം നേരിട്ടപ്പോഴാണ് പുതിയ വ്യവസായ നയം പ്രഖ്യാപിച്ചത്. ആ പുതിയ വ്യവസായ നയം പ്രഖ്യാപിച്ചതിൻ്റെ ഒരു ഫീച്ചറാണെന്ത്, പുതിയ വ്യവസായ നയത്തിൻ്റെ ഒരു ഫീച്ചറിൽപ്പെട്ടാണ് ലിബറൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി. ഫോറിൻ ക്യാപിറ്റൽ പോളിസി ഉദാരമാക്കി. 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെനി സെഗ്മെൻറ്റ്സ്. പല മേഖലകളിലും, പല പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പല സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും എന്ത് ചെയ്തു, 100% വിദേശ നിക്ഷേപം അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ വിദേശ കമ്പനികൾക്ക് 100% അതിൽ ഷെയർ എടുക്കാം. വിദേശ കമ്പനികൾക്ക് നമ്മളെ നാട്ടിലുള്ള കമ്പനികളിൽ ഷെയർ എടുക്കാൻ, ഈ കമ്പനികളെ ഏറ്റെടുക്കാം. അത് ഉദാരമാക്കി. 5 ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ടെക്നോളജി അഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കമ്പനീസ്. വിദേശ കമ്പനികളുമായി ടെക്നോളജി അഗ്രിമെൻറ്റ്, സാങ്കേതിക കരാറിൽ ഏർപ്പെടുന്നത്, ടെക്നോളജി കൈമാറുന്നതിലുള്ള കരാറിൽ ഏർപ്പെടുന്നതിന് അനുവാദം കൊടുത്തു. ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ടെക്നോളജി അഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കമ്പനീസ്. ആറാമത്തെ ഫീച്ചറായിട്ട് സെറ്റപ്പ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്സ് ടു പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് സ്ഥാപിച്ചു. അപ്പോൾ 6 ഫീച്ചേഴ്സാണ് പുതിയ വ്യവസായ നയത്തിൻ്റെ പുതിയ വ്യവസായ നയത്തിൻ്റെ ഭാഗം. ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ടു 6 വിച്ച് റിക്വയർ കമ്പൽസറി ലൈസൻസ്. നിർബന്ധിത ലൈസൻസ് ആവശ്യമുള്ള വ്യവസായങ്ങളുടെ എണ്ണം 6 ചുരുക്കി. 2, പബ്ലിക് സെക്ടറിന് മാത്രം റിസർവ് ചെയ്യുന്ന പല വ്യവസായങ്ങളെയും റിസർവ് ചെയ്തു. 3, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന,
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ വിറ്റഴിക്കുന്ന പ്രവണത കൂടി. നാലാമത്തേത് വിദേശ നാണയ നിക്ഷേപം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം പല മേഖലകളിലും 100% വരെ അനുവദിച്ചു. ആറാമത്തത് ടെക്നോളജി അഗ്രിമെൻറ്റ്, വിദേശ കമ്പനികളുമായിട്ട് ഉണ്ടാക്കാൻ പെർമിഷൻ കൊടുത്തു. ആറാമത്തത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് സ്ഥാപിച്ചു. ഈ 6 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1991 ആയിട്ട് പറയേണ്ടത്. പിന്നെ മേജർ പ്രോഗ്രാംസ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1991. ഈ 1991 പുതിയ വ്യവസായ നയത്തിൻ്റെ മേജർ പ്രോഗ്രാംസ്, പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയായിരുന്നു അത് ഇവിടെ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിബറലൈസേഷൻ, മേജർ പ്രോഗ്രാംസ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1991. 1 ലിബറലൈസേഷൻ, 2 പ്രൈവറ്റൈസേഷൻ, 3 ഗ്ലോബലൈസേഷൻ. ഇതിനെ ചുരുക്കി നമ്മൾ LPG എന്ന് പറയും. ലിബറലൈസേഷൻ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം, LPG. ഇനി എന്താണ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ലിബറേറ്റിംഗ് ദി എക്കണോമി ഫ്രം ദി റെഗുലേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിന്, സാമ്പത്തിക പുരോഗതിയുടെ വളർച്ചയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളെയും അനാവശ്യമായ നിയമങ്ങളെയും ഒഴിവാക്കി. അപ്പോൾ എക്കണോമിക് വളരാനുള്ള നിയന്ത്രണങ്ങൾ എല്ലാം എന്ത് ചെയ്തു? ഒഴിവാക്കി. എല്ലാ നിയന്ത്രണങ്ങളും റെസ്ട്രിക്ഷൻസും ഒഴിവാക്കി. ദ ഓൾഡ് പോളിസി ഓഫ് ലൈസൻസസ്, പെർമിറ്റ്സ്, കോട്ടാസ് ആൻഡ് കൺട്രോൾസ് ഡിസ്കറേജ്ഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസ്. ലൈസൻസ്, പെർമിറ്റ്, കോട്ട തുടങ്ങിയ ആൻഡ് കൺട്രോൾസ് ഡിസ്കറേജ് പ്രൈവറ്റ് എൻ്റർപ്രൈസ്. പഴയ പോളിസി ഉണ്ടല്ലോ, ലൈസൻസ് കൊടുക്കുക, പെർമിറ്റ് കൊടുക്കുക, കോട്ട, കൺട്രോൾ. കോട്ട മീൻസ് ഇന്ന തരത്തിലുള്ള വ്യവസായങ്ങൾ പബ്ലിക് സെക്ടറിന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോട്ട കൊടുക്കുക. കൺട്രോൾ, നിയന്ത്രണങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈസൻസ്, പെർമിറ്റ്, കോട്ട, കൺട്രോൾ തുടങ്ങിയ പഴയ പോളിസി ഒഴിവാക്കിയിട്ട്, ആ പഴയ പോളിസി എന്തായിരുന്നു? ഡിസ്കറേജ്ഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസ്, സ്വകാര്യ വ്യവസായങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന പോളിസിയായിരുന്നു. ഈ സ്വകാര്യ വ്യവസായങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ പോളിസി എന്ത് ചെയ്തു? ഈ പോളിസി ഒഴിവാക്കി. അത് ലിബറലൈസ് ചെയ്തു. അതാണ് ലിബറലൈസേഷൻ. അത് ഒഴിവാക്കി. ഇമ്പോർട്ട് ലൈസൻസിങ്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ്, പ്രോഗ്രസീവ് ടാക്സസ്, പ്രൈസ് കൺട്രോൾസ് എക്സെട്ര ഡിസ്കറേജ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പഴയ പോളിസിയുടെ ഭാഗമാണ്. പഴയ പോളിസിയിൽ ഇമ്പോർട്ട് ലൈസൻസിങ് ഉണ്ടായിരുന്നു, ഇറക്കുമതിക്ക് ലൈസൻസ് വേണമായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ, വിദേശ നാണയ വിനിമയ, വിദേശ പണം കൈമാറ്റുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പ്രോഗ്രസീവ് ടാക്സ് വളരെ കൂടുതലായിരുന്നു. പ്രൈസ് കൺട്രോൾസ്, വില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ വിദേശ നിക്ഷേപം അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപത്തെയൊക്കെ നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ പഴയ ലൈസൻസിങ് പോളിസി സ്വകാര്യ നിക്ഷേപത്തെയും സ്വകാര്യ പങ്കാളിത്തത്തെയും നിരുത്സാഹപ്പെടുത്തിയതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കലാണ് ആ ലൈസൻസ് രാജ്. ലൈസൻസ് ആവശ്യമായ ആ നിയമം അത് ഒഴിവാക്കുന്നതിനെയാണ്, വ്യവസായങ്ങളിൽ നിന്ന് അതൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആക്ട്സ് ലൈക്ക് MRTP ആക്ട് പ്രിവെൻറ്റഡ് ലാർജ് ബിസിനസ് ഹൗസസ് ഫ്രം ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ. MRTP ആക്ട് മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, കുത്തകയെ നിയന്ത്രിച്ചുകൊണ്ടുള്ളൊരു നിയമമാണ്. വൻകിട വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിയമമാണ്.
ഈ ആക്ട് പ്രിവെൻറ്റഡ് ലാർജ് ബിസിനസ്. ഈ നിയമം കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? വലിയ സ്ഥാപനങ്ങളൊക്കെ, വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പിന്നെ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ്, പുതിയ നിക്ഷേപം കിട്ടാതെയായി, വളർച്ച ഇല്ലാതെയായി, അതുപോലെ ആധുനികവൽക്കരണം ഇല്ലാതെയായി, എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഇല്ലാതെ. ഓൾ ദീസ് പോളിസീസ് അഡ്വേഴ്സ്ലി. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പോളിസികളും, എല്ലാ നയങ്ങളും അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തെ സാരമായി ബാധിച്ചു. ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വളർച്ച ഇല്ലാതാക്കി. സാമ്പത്തിക വളർച്ചയെയും വ്യവസായവൽക്കരണത്തെയും ഇത്തരം നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ ഒരുപാട് ബാധിച്ചു. ദ ന്യൂ പോളിസി ഓഫ് ലിബറലൈസേഷൻ, അതുകൊണ്ടാണ് പുതിയ പോളിസി കൊണ്ടുവന്നത്. ഈ പുതിയ ലിബറലൈസേഷൻ പോളിസി, ഉദാരവൽക്കരണ നയം ത്രോ ഡീലൈസൻസിങ്. ഈ ഉദാരവൽക്കരണ നയം ഏതിലൂടെ നടപ്പാക്കി? ഡീലൈസൻസിങ്. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് വേണം, ഡീലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് വേണ്ട. ആൻഡ് കൺട്രോള് കുറയ്ക്കുക. ഫ്രീസ് ദ എക്കണോമി, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കി. ഫ്രം റെസ്ട്രിക്ഷൻസ്, ലൈസൻസസ് ആൻഡ് പെർമിറ്റ്സ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ ബ്രോഡ് ഗൈഡ്ലൈൻസ്. അപ്പോൾ ഫ്രീ ദ എക്കണോമി ഫ്രം റെസ്ട്രിക്ഷൻസ്, ഒരുപാട് നിയന്ത്രണങ്ങളിൽ നമ്മുടെ സമ്പദ്ഘടനയെ മോചിപ്പിച്ചു. ഏത്? ഡീ കൺട്രോൾസും. ലൈസൻസ് വേണ്ട എന്നുള്ള അവസ്ഥ, നിയന്ത്രണം ഒഴിവാക്കിയ അവസ്ഥ. ലൈസൻസസ് ആൻഡ് പെർമിറ്റ്സ് ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ ബ്രോഡ് ഗൈഡ് ലൈൻസ്. ലൈസൻസും പെർമിറ്റൊക്കെ ഒഴിവാക്കി, എന്നിട്ട് എന്ത് ചെയ്തു? വിശാലമായ മാർഗനിർദ്ദേശങ്ങൾ ഇതിന് പകരം കൊണ്ടുവന്നു, ഗൈഡ് ലൈൻസ്. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിബറലൈസേഷൻ ഈസ് ദ പോളിസി ഓഫ് ഡീലൈസൻസിങ് ആൻഡ് ഡീകൺട്രോൾ വിച്ച് ഫ്രീസ് ദ എക്കണോമി ഫ്രം റെസ്ട്രിക്ഷൻസ്. സമ്പദ്ഘടനയെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡീലൈസൻസിങ്ങും ഡീകൺട്രോളും കൊണ്ടുവരലാണെന്ത്? ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. പ്രൈവറ്റേഷൻ, ഇനി അടുത്ത പ്രൈവറ്റൈസേഷൻ. LPGയിലെ ലിബറലൈസേഷൻ നമ്മൾ പഠിച്ചു. പ്രൈവറ്റൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഈസ് എ ട്രെൻഡ് ആൾ ഓവർ ദ വേൾഡ് നൗ. ഇന്ന് ലോകത്തെല്ലായിടത്തുള്ള ഒരു ട്രെൻഡാണെന്ത്? പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ദ പ്രയോറിറ്റി ഗിവൺ ടു ദ പബ്ലിക് സെക്ടർ ഈസ് ഗ്രാജ്വലി ബീങ് റെഡ്യൂസ്ഡ്. ഇന്ത്യയിൽ പൊതുമേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന അവസ്ഥയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായത്, 1991 വരെ. അത് ഈ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കുറച്ചു കൊണ്ടുവന്നു, റെഡ്യൂസ്ഡ്. ആൻഡ് ദ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ ഈസ് ബീങ് എൻകറേജ്ഡ്. ഇപ്പോൾ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് പ്രൈവറ്റൈസേഷൻ. പൊതുമേഖലയുടെ പങ്ക് കുറക്കുകയും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യലാണെന്ത്? പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ. ഇനി സ്വകാര്യവൽക്കരണത്തിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഈ സ്വകാര്യ മേഖലയുടെ പൊതുമേഖലയുടെ ഷെയറുകൾ വിറ്റഴിക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം കുറയ്ക്കുക. ഒക്കെ ഗവൺമെൻറ് നിക്ഷേപമൊക്കെ വിറ്റിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റൊഴിവാക്കുക. ഡീറിസർവേഷൻസ് എന്ന് പറഞ്ഞാൽ പൊതുമേഖലയ്ക്ക് മാത്രം റിസർവ് ചെയ്തിരുന്ന ഒരുപാട് വ്യവസായങ്ങൾ അത് ഒഴിവാക്കുക, റിസർവേഷൻ ഒഴിവാക്കുക. എല്ലാവർക്കും സ്വകാര്യ മേഖലക്കും അത്തരം വ്യവസായങ്ങൾ തുടങ്ങാം എന്നൊരു നയം സ്വീകരിക്കുക. അതാണ് ഡീറിസർവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സാണ് ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും ഡീറിസർവേഷനും. ഇനി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്? പാസിംഗ് ഓഫ് ഓണർഷിപ്പ്, എ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു ദ പ്രൈവറ്റ് സെക്ടർ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും അതുപോലെ ഉടമസ്ഥതയും മാനേജ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുക? സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൈമാറലാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറലാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഡീറിസർവേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് അലോസ് ദ പ്രൈവറ്റ് സെക്ടർ ടു എൻ്റർ ഇൻ ടു ന്യൂ ഏരിയാസ്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ദ ഗവൺമെൻറ് ഈസ് വിത്ത്ഡ്രോയിങ് ഫ്രം മെനി എക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് റണ്ണിങ് ബിസിനസ് ആൻഡ് ഈസ് കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ഏരിയാസ് ലൈക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, പ്രൊവിഷൻ ഓഫ് ബേസിക് ഹെൽത്ത് കെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എക്സെട്ര. അപ്പോൾ ഗവൺമെൻറ് പല സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? സ്വയം പിൻവലിഞ്ഞു. എന്നിട്ട് കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏരിയാസ് ലൈക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പ്രാഥമികവും സെക്കൻഡറി വിദ്യാഭ്യാസം, ഈ രണ്ട് മേഖലകൾ എന്ന് പറഞ്ഞാൽ 10 വരെയുള്ള വിദ്യാഭ്യാസ മേഖല, ആ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം പ്രാധാന്യം കൊടുക്കുക. അതുപോലെ ബേസിക് ഹെൽത്ത് കെയർ, അടിസ്ഥാന ആരോഗ്യ നയം, ആരോഗ്യം സംരക്ഷിക്കാനുള്ളതിൽ ശ്രദ്ധ കൊടുക്കുക. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക. ഇതൊക്കെയാണ് എന്ത് ഡി റിസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡി റിസർവേഷൻ എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്ത് ചെയ്യുക? ഗവൺമെൻറ് പിന്തിരിയുക. അതൊക്കെ സ്വകാര്യ മേഖലകൾക്കും കൂടി പങ്കാളിത്തം കൊടുക്കുക. പൊതുമേഖലക്ക് മാത്രം റിസർവ് ചെയ്തിരുന്ന മേഖലകൾ ഡി റിസർവ് ചെയ്തിട്ട് സ്വകാര്യ മേഖലകൾക്ക് കൂടി പങ്കാളിത്തം കൊടുക്കുന്ന അവസ്ഥക്കാണ് ഡി റിസർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബലൈസേഷൻ മീൻസ് ദ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് ദ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ ആഗോളതലത്തിൽ തന്നെ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളും സേവനങ്ങളും, ക്യാപിറ്റൽ എന്ന മൂലധനവും, ലേബർ എന്ന തൊഴിലും, മാനുഷിക വിഭവം. അപ്പോൾ ലേബർ, ക്യാപിറ്റൽ, സാധനങ്ങൾ, ഗുഡ്സ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, ഈ മൂന്നിൻ്റെയും ഫ്രീ മൂവ്മെൻറ്റ്, സ്വതന്ത്രമായ സഞ്ചാരം ത്രൂ ദ എൻറ്റയർ ഗ്ലോബ്, അക്രോസ് ദ ഗ്ലോബ്, ഭൂമി മുഴുവൻ ആഗോളതലത്തിൽ തന്നെ സാധനങ്ങളും സേവനങ്ങളും ക്യാപിറ്റലും ലേബറൊക്കെ ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് നടക്കണം. ഇതാണ് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ആഗോളവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കും. ദിസ് ഇൻവോൾവ്സ് റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. അപ്പോൾ ഇറക്കുമതി നികുതി കുറക്കേണ്ടി വരും. ഫ്രീ മൂവ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ എന്താണ്? ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കണം. ആൻഡ് എൻകറേജ്മെൻറ്റ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും വേണം. അപ്പോഴേ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായും ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്തൊക്കെയാണ് അതിൻ്റെ പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വായിച്ച് പഠിക്കുക. നോട്ട് വായിച്ച് പഠിക്കുക.